ഫുൾ ടൈം മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഇന്നലെ അവിടെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പോയി. പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ഉത്തരവ് കൊടുത്തത്. അപ്പോൾ അത് ഇന്നലെ തന്നെ നടത്തി. ഇന്നിപ്പം ഈ മരണം ഇത് വന്ന് കണ്ടിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്ന മുറയ്ക്ക് ക്യാബിനറ്റിൽ അത് കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അല്ല, അതിനകത്ത് എത്താതിരുന്നതല്ല. രാവിലെ മുതൽ തന്നെ ഞങ്ങളെല്ലാവരും മിനിസ്റ്റേഴ്സും എല്ലാവരും ഒരു മീറ്റിങ്ങുമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ മിനിസ്റ്റേഴ്സ് രണ്ടുപേരും, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കോട്ടയത്തിൻ്റെ മിനിസ്റ്റർ VN വാസവൻ സാറും കൃത്യമായ ആ സ്ഥലത്ത് രാവിലെ മുതലുണ്ടായിരുന്നു. മാത്രമല്ല പിന്നെ ജില്ലാ ദുരന്ത നിവാരണത്തിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ രാവിലെ മുതലുണ്ടായിരുന്നു. എനിക്ക് ആ മീറ്റിങ്ങിൽ പിന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് വരാതിരുന്നത്. തീർച്ചയായിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഓക്കെ താങ്ക് യു. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയ അല്പസമയം മുമ്പാണ് അദ്ദേഹം ബിന്ദുവിന് ആദരാഞ്ജലി അർപ്പിച്ചത്. മിനിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ യോഗങ്ങളൊക്കെ ചേരുകയാണ്. തീർച്ചയായും ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കളക്ടർ ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാക്കളും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ സംഘം അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. വീഴ്ചയുടെ അനാസ്ഥയുടെ ഇരയാണ് ബിന്ദു എന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. ഈ അപകടത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രിക്കെതിരായ രോഷം പുകയുകയായിരുന്നു. സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം തലയോലപ്പറമ്പിലെ വീട്ടിൽ ബിന്ദുവിൻ്റെ പൊതുദർശനം തുടരുകയാണ്. ഷൈജു അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വളരെ വേഗത്തിൽ ഷൈജുവിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ബിന്ദുവിനെ അവസാനമായൊരു നോക്ക് കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. മകനും മകളും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയേറെ ഉള്ളുലക്കുന്ന കാഴ്ചകൾ തന്നെയാണ് തലയോലപ്പറമ്പിലെ ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയോടെയാണ് തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് ബിന്ദുവിൻ്റെ മൃതദേഹം കൊണ്ടുവന്നത്. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണത്തിനായൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മന്ത്രി പ്രതികരിക്കാതെ പോവുകയാണ് ഉണ്ടായിരുന്നത്. ബിന്ദുവിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിമാർക്കെതിരായ വിമർശനം അപലപനീയമാണെന്നും ബിന്ദു കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഷൈജു തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, അല്പസമയം മുമ്പാണ് ജില്ലാ കളക്ടർ അവിടെ എത്തിയത്. മറ്റ് മന്ത്രിമാരോ മറ്റോ നിലവിൽ അവിടെ എത്തിയിട്ടുണ്ടോ? അമൃത, 8:40 ആരംഭിച്ച ഈ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മറ്റൊരു വീട്ടിലെ മുറ്റത്ത് വെച്ച് ഭർത്താവ് വിശ്രുതനുമായി കളക്ടർ അല്പനേരം സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. അക്കാര്യം മുഖ്യമന്ത്രി അടക്കം ഉറപ്പ് നൽകിയതാണ്. അത് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ മകളുടെ ചികിത്സ സംബന്ധിച്ച ആശങ്കപ്പെടേണ്ടതില്ല. ആ ചികിത്സയും സർക്കാർ
തലത്തിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്ന കാര്യമാണ് കളക്ടർ അറിയിച്ചത്. അതേസമയം ഈ മരണത്തിന് കാരണമായ ഈ കെട്ടിടം വീണതടക്കം അത് തെരച്ചിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദുരന്ത നിവാരണ ചുമതല വഹിക്കുന്ന സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ ആ സമയം മുതൽ അവിടെ ഉണ്ടായിരുന്നെന്നും താൻ അടക്കമുള്ള മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെയും ആ സമയത്ത് അവിടെ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടത്തി തീർക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അത്തരത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് കളക്ടർ ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഉണ്ടായത്. അതേസമയം തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരവും മകളുടെ ചികിത്സയും ഉറപ്പുവരുത്തും എന്ന കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി അല്പസമയത്തിനകം മറ്റ് ചില നേതാക്കൾ ഇവിടേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. മന്ത്രിമാരോ അത്തരം ആളുകളോ ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. മൃതദേഹത്തെ ആശുപത്രിയിൽ നിന്ന് അനുഗമിച്ച CK ആശ MLA, അതോടൊപ്പം തന്നെ ഈ സണ്ണി ജോസഫ് MLA KPCC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ആളുകൾ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 11:15 വീട്ടിൽ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, പ്രാദേശിക നേതാക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. ഇപ്പോഴും അണമുറിയാതെ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വീട്ടിലേക്ക് ഈ പൊതുദർശനം നടക്കുന്ന പന്തലിനകത്തേക്ക് എത്തുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ഈ വിങ്ങൽ നമുക്ക് കാണാം. പലരും കണ്ണ് നനഞ്ഞാണ് ബിന്ദുവിനെ കാണുന്നത്. കരഞ്ഞു തളർന്ന് ഇരിക്കുന്ന ബന്ധുക്കൾക്ക് മുന്നിലാണ് ചേതനയേറ്റ ബിന്ദുവിൻ്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. പൊതുദർശനം ഏതാണ്ട് 11 മണി വരെ നിൽക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. 11:30 ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച് അത് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ശ്രമിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണമാണ് നടക്കുന്നത്. ഈ പൊതുദർശനം നടക്കുന്ന പന്തലിന് തൊട്ട് താഴെയുള്ള ബിന്ദുവിൻ്റെ വീട്ടുപറമ്പിന് സമീപമാണ് സംസ്കാരം നടക്കുക. അമൃത. ഷൈജു, അതുപോലെ ഈ നേരത്തെ ഈ വീട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്രയും സമയമാവുകയാണ്, പക്ഷേ എന്നിട്ട് പോലും മന്ത്രിമാരോ മറ്റോ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒരു ആശ്വാസവാക്ക് പോലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്പസമയത്തിനകം തന്നെ ബിന്ദുവിൻ്റെ വീട്ടിലെത്തി അവരെ സന്ദർശിക്കുമെന്നുള്ള കാര്യം. മന്ത്രിമാർ ഉടനെത്തുമോ? ആരെങ്കിലും അവിടെ സ്ഥലത്തുണ്ടോ? അമൃത, മന്ത്രിതലത്തിലുള്ള ആരും തന്നെ ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യമാണ്. കാരണം രാവിലെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ബന്ധുക്കളുമായി, പ്രത്യേകിച്ച് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഈ ബിന്ദുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം അത് ഈ സംവിധാനങ്ങൾ തന്നെയാണ്. കാരണം ഈ സംവിധാനങ്ങളോട് തന്നെ താൻ പറഞ്ഞിരുന്നു. ബിന്ദുവിൻ്റെ മകൾക്കൊപ്പം താനും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മകളുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് താൻ ഓടിയെത്തി മകളെ കണ്ടു. പക്ഷേ ബിന്ദുവിനെ കാണാതായപ്പോൾ ഇങ്ങനെ ഒരാളെ കാണാനില്ല എന്ന കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. പക്ഷേ ആ അറിയിച്ചതിന് ശേഷവും ആ കെട്ടിടത്തിനടിയിൽ ആരും പെട്ടിട്ടില്ല എന്ന ഒരു വർത്തമാനമാണ് തനിക്ക് മറുപടിയായി ലഭിച്ചത്. അപ്പോഴും താൻ പ്രതീക്ഷയായിരുന്നു തൻ്റെ ഭാര്യയ്ക്കൊന്നും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല, എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഒടുവിൽ 2-2.5 മണിക്കൂറിന് ശേഷം ഈ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുമ്പോൾ പരിക്കുകളോട് ആദ്യം എത്തുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്യുന്ന ബിന്ദുവിനെ ശരീരം കണ്ടെത്തുമ്പോൾ ആകെ ഞെട്ടിവിറച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും അവിടെ 2 മന്ത്രിമാർ, അതിനുശേഷം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. താൻ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് തന്നെ വന്നൊന്ന് കാണേണ്ടുന്ന ഒരു സാമാന്യ ബോധം അവരാരും കാണിച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ബന്ധുക്കൾക്ക് ആശ്വാസം നൽകേണ്ടുന്ന ആളുകൾ ആരും തന്നെ വിളിക്കുകയോ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് VN വാസവൻ മാത്രമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. പക്ഷേ വകുപ്പ് മന്ത്രിയോ കളക്ടർ അടക്കമുള്ള ബന്ധപ്പെട്ടവരാരും തന്നെയും ഇതുവരെയും തൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇനി വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളൊരു പ്രയാസം
5 സെൻറ്റിൽ ചെറിയൊരു വീട്, തേക്കാത്ത ഒരു വീട്. ആ വീട്ടിനകത്ത് മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത് ബിന്ദുവിൻ്റെ തുച്ഛമായ വരുമാനത്തിലെ തുക കൊണ്ടാണ് എന്ന കാര്യമാണ്. അത് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ്. അതുകൊണ്ട് തനിക്ക് എന്ത് തന്നാലും മതിയാവില്ല എന്ന് തനിക്കറിയാം. പക്ഷേ താൻ സഹായത്താൻ അർഹനാണെന്ന കാര്യം അദ്ദേഹം വിങ്ങിപ്പെട്ടുകൊണ്ട് പങ്കുവെക്കുകയായിരുന്നു രാവിലെ. ബിന്ദുവിൻ്റെ മൃതദേഹം ഏതാണ്ട് 8:30 ശേഷം വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ അങ്ങേയറ്റം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് 2 മക്കളും നവനീതും നവമിയും എത്തുന്നത്. തനിക്ക് കൂട്ടിരിക്കാൻ വന്ന, തന്നെ സഹായിക്കാൻ വന്ന അമ്മയ്ക്ക് അന്ത്യചുംബനം നൽകേണ്ടി വരുന്ന മകൾ, 1 മാസത്തെ വരുമാനത്തിന് ശേഷം ആദ്യ വരുമാനം അമ്മയ്ക്ക് കൈമാറാൻ കാത്തിരുന്ന മകന് അമ്മയ്ക്ക് അവസാന ചുംബനം നൽകി മടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. അത്തരം ഒരവസ്ഥയിൽ മക്കളും വരുന്ന സങ്കടകരമായ കാഴ്ചയാണ് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടുമുറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, വളരെ സങ്കടകരമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പൊട്ടിക്കരയുകയാണ് മക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ.